ജീവിതത്തിൽ എപ്പോഴും ധാരാളമായിട്ട് സന്തോഷം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും. ഈ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ നിലനിർത്താൻ, സന്തോഷം കൂടുതലായിട്ട് ആകർഷിക്കാൻ മൈൻഡ് പവറിൽ ഉള്ള ഒരു തത്വമാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇത് സന്തോഷം മാത്രം അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ടല്ല, ഏത് കാര്യം വേണമെങ്കിലും നമുക്ക് ഈ ഒരു തത്വം അനുസരിച്ച് നേടിയെടുക്കാം. നന്മയോ തിന്മയോ ഏതുമാവട്ടെ. ലൈക്ക് അട്രാക്ട്സ് ലൈക്ക് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനം. ഒരുപോലെയുള്ളത് അതുപോലെയുള്ളതിനെ ആകർഷിക്കുന്നു. നല്ല വ്യക്തികൾ നല്ല വ്യക്തികളെ ആകർഷിക്കുന്നു, മോശം വ്യക്തികൾ മോശം വ്യക്തികളെ ആകർഷിക്കുന്നു. ഒരു മനോഹരമായിട്ടുള്ള ഒരു ഫ്ലവർ, അത് ഹണി തരുന്ന ഫ്ലവർ ആണെങ്കിൽ അവിടെ ബട്ടർഫ്ലൈകളും തേനീച്ചയും ഒക്കെ ചെല്ലും. എന്നാൽ മറ്റുള്ള വസ്തുക്കളെ ആകർഷിക്കുന്ന അല്ലെങ്കിൽ ഡേർട്ടിനെ ആകർഷിക്കുന്ന ഈച്ചകൾ അങ്ങോട്ട് പോകാറില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഒരുപോലെയുള്ളത് അതുപോലെയുള്ളതിനെ ആകർഷിക്കുന്നു. ഈ പ്രപഞ്ചം മുഴുവൻ അങ്ങനെയാണ്. ഈ പ്രപഞ്ചത്തിൽ ഗ്രഹങ്ങൾ പരസ്പരം ആകർഷിക്കുന്നു. നമ്മൾ ശരിക്കും ഫിസിക്സ് അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ന്യൂക്ലിയസ് പരസ്പരം ആകർഷിക്കുന്നു. എല്ലാം ആകർഷിക്കുകയാണ് ചെയ്യുന്നത്. പരസ്പരം ആകർഷിക്കുന്നതിൻ്റെ ഫലമായിട്ട് നിലനിൽക്കുന്നു. ഒരു കച്ചവട സ്ഥാപനം, ആ കച്ചവട സ്ഥാപനത്തിലേക്ക് ആൾക്കാർ ചെല്ലുന്നത് ആ കച്ചവട സ്ഥാപനം ആ വ്യക്തിയെ ആകർഷിക്കുന്നതിൻ്റെ പേരിലാണ്. ഈ കച്ചവടം എന്ന് പറയുന്നത് നടക്കണമെങ്കിൽ പോലും അവിടെ ആകർഷണം ശരിയായ രീതിയിൽ നടക്കണം. ഒരു ഫാമിലി ലൈഫാണെങ്കിൽ ആ ഫാമിലി ലൈഫിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് പരസ്പരം ആകർഷിക്കപ്പെടണം. കമിതാക്കൾ പരസ്പരം ആകർഷിക്കപ്പെടണം. ഈ ആകർഷണത്തിൻ്റെ നിയമം നമ്മുടെ ചിന്തയുമായി കൂടി ബന്ധപ്പെട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതനുസരിച്ച് നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ നല്ല കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്, സന്തോഷത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്, സമാധാനത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്, ധനത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് എങ്കിൽ ആ ചിന്തിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കും. അത് ഈ പ്രപഞ്ചത്തിൻ്റെ ആകർഷണ നിയമമാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമ്മളിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഈ പ്രപഞ്ചം ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്. ഇതാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ്റെ അസാധ്യമായിട്ടുള്ള മറ്റു നിയമങ്ങൾ കൂടിയുണ്ട്. അത്തരത്തിലുള്ള നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ ജീവിതത്തിൽ പഠിച്ച് പ്രാവർത്തികമാക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബന്ധപ്പെടുക. മൈൻഡ് പവർ എന്ന് പറയുന്നത് ഒരു വലിയ സമുദ്രം പോലെയാണ്. ഈ സമുദ്രമാകുന്ന ഈ വലിയ നോളജ് നിങ്ങൾക്കും തീർച്ചയായിട്ടും നേടിയെടുക്കാൻ സാധിക്കും. അത് നേടിയെടുക്കുന്നതോടുകൂടി നിങ്ങളുടെയും എൻ്റെയും ഒക്കെ ജീവിതം കുറച്ചുകൂടി മനോഹരമായി തീരും. അതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.